SDPI ലീഗ് ബന്ധം കൂടുതൽ ശക്തമാകുന്നു. കോഴിക്കോട് വടകരയിൽ SDPI വേദി പങ്കിട്ട് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് വഖഫ് മദ്രസ സംരക്ഷണ സമിതി സെമിനാറിലാണ് ലീഗ് വടകര മണ്ഡലം പ്രസിഡന്റ് MC ഇബ്രാഹിം പങ്കെടുത്തത്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. AK ലതീഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലതീഷ്, സാധാരണഗതിയിൽ ലീഗ് പരിപാടികളിലോ നേരെ തിരിച്ചോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം പരസ്യമായി തന്നെ പരിപാടികൾ പങ്കെടുക്കുന്നതടക്കം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പരസ്യമായ ഒരു നിലപാടിലേക്ക് SDPIയുടെ കാര്യത്തിലും ലീഗ് പോകുന്നു എന്നാണോ? ആ നിലയിൽ തന്നെ വേണം ഇന്നത്തെ ഈ വൈകിട്ട് നടന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം അന്ന സൂചിപ്പിച്ച പോലെ തന്നെ SDPI ലീഗ് ബന്ധം വലിയ ചർച്ചയായി നിൽക്കുന്ന, പ്രത്യേകിച്ച് പാലക്കാട്, ചേലക്കര എല്ലാം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ അത് വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് ഇത്തരമൊരു സഹകരണം മറനീക്കി പുറത്തു വരുന്നത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് വൈകിട്ട് വടകരയിൽ നടന്ന ഈ പരിപാടി എന്ന് പറയുന്നത്. പരിപാടി സംഘടിപ്പിച്ചത് SDPI വടകര നിയോജക മണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതിയാണ്. അവർ സംഘടിപ്പിച്ച സെമിനാറിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, വടകര മണ്ഡലം പ്രസിഡന്റ് MC ഇബ്രാഹിം പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തത്. അദ്ദേഹം അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി സമുദായം തർക്കിക്കുന്നതിനു പകരം ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചിരിക്കാനും സമയം കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് മദ്രസ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നീക്കത്തിൽ പ്രതിഷേധിക്കാനാണ് SDPI ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതിലേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതാവിനെ ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് പോയി അവിടെ സംസാരിക്കുന്നു. മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും സമയം കണ്ടെത്തണം എന്ന് പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തെ ഹർഷാരവത്തോടെയാണ് SDPI പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് അതിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നത്. അവരും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗും SDPIയും തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇത്തരം പരിപാടികളിൽ നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ ജാഗ്രത വേണം, ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഇതൊരിക്കലും യോജിക്കാൻ കഴിയില്ല തുടങ്ങിയ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് പങ്കെടുത്തതിനെതിരെ ഉയരുന്നുണ്ട്. അത് എല്ലാം ഈ പറഞ്ഞ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച SDPI മുസ്ലിം ലീഗ് ബന്ധം സജീവ ചർച്ചയായി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്, അല്ലെങ്കിൽ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പരിപാടിയിൽ ലീഗ് നേതാവ് പങ്കെടുക്കുന്നതും അതിനെതിരെ ലീഗ് അണികളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം അണികളിൽ നിന്നെങ്കിലും വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യുന്നത്. അന്ന, ലതീഷ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ശേഷം പാലക്കാട് കണ്ട SDPIയുടെ ആഹ്ലാദ പ്രകടനം, അതുമാത്രമല്ല SDPIയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണവും കൂടി ചേർത്ത് വായിച്ചാൽ അപ്പോൾ മുന്നണിയിൽ തന്നെ ഈ നിലപാട് പരസ്യമാക്കുക എന്നൊരു നിലയ്ക്ക് കോൺഗ്രസും അല്ലെങ്കിൽ ലീഗും വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതിൽ ലീഗിന്റെയോ ഈ പരിപാടിയിൽ പങ്കെടുത്ത നേതാവിന്റെയോ പ്രതികരണമുണ്ടോ? SDPI നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇതിനകം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? അത്തരം ആരുടെയും ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല. ഏത് നിലയിലായിരിക്കും മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനോട് പ്രതികരിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇത്തരമൊരു പരസ്യമായ ബാന്ധവം നമ്മൾ കാണാറില്ല. ഇത് ഈ പറയുന്ന രീതിയിലുള്ളൊരു സെമിനാറിൽ ആണ് പങ്കെടുത്തത് എന്നൊക്കെ പറഞ്ഞൊരു പക്ഷേ അതിൽ നിന്നും പതുക്കെ തടിയൂരാനുള്ളൊരു ശ്രമമൊക്കെ ആയിരിക്കാം ലീഗ് നേതൃത്വം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഔദ്യോഗികമായൊരു പ്രതികരണം വന്നിട്ടില്ല. ലീഗ് നേതൃത്വവുമായൊക്കെ ആലോചിച്ച് തന്നെ ആയിരിക്കാം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ MC ഇബ്രാഹിം ഈ പരിപാടിയിൽ പങ്കെടുത്തത്. കാരണം നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടിയാണ്, സെമിനാറാണ്. വഖഫ് മദ്രസ സംരക്ഷണ സമിതി, SDPIയുടെ നേതൃത്വത്തിലുള്ള സംരക്ഷണ സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ നിരവധി പ്രവർത്തകരും അവരുടെ SDPIയുടെ പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ആ പരിപാടിയിലാണ് മുസ്ലിം ലീഗ് നേതാവ് യാതൊരു മടിയും കൂടാതെ വരികയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത്. കോഴിക്കോട് വടകരയിൽ SDPI വേദി പങ്കിട്ട മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എന്ന വാർത്ത AK ലതീഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.